നമസ്കാരം. നമസ്തേ. ഫോണിന്റെ ഒരു കുഴപ്പം കൊണ്ട് നിങ്ങളുടെ സമയം കുറച്ച് നഷ്ടപ്പെട്ടു. ഫോണിന്റെ ഒരു കുഴപ്പം കൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. വളരെ സന്തോഷമായി. നമ്മുടെ ജനിച്ച നാട്ടിൽ നിന്ന് ഇത്ര ദൂരെ താമസിക്കുമ്പോഴും നിങ്ങളെല്ലാവരും നമ്മളെ സംസ്കാരത്തിന്റെ ധന്യമായ അമൃതകണങ്ങളെ സ്പർശിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മമാരും ആ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധ പുലർത്തിയത് കൊണ്ട് ഭാരതത്തിലല്ല നിങ്ങൾ താമസിക്കുന്നത്, UK-യിലാണെങ്കിലും നിങ്ങൾ എല്ലാവരും നമ്മളെ സംസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കൊച്ചു പ്രായത്തിൽ തന്നെ ഭാഗ്യം കിട്ടി എന്നുള്ളതില് നിങ്ങളോട് എനിക്ക് ചെറിയ അസൂയയുണ്ട്. ഏതായാലും ഇന്ന് നമ്മുടെ ഗുരുപൂജ ദിവസമാണ്. ഇന്ന് മാത്രമല്ല, നിങ്ങളുടെ ബാലഭാരതിയുടെ 1 വർഷം പൂർത്തിയായ ദിവസമാണ്. ഒരു വാക്കുണ്ട്, ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി മനോരഥേ എന്ന്. അതിനർത്ഥം എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പരിശ്രമിക്കുകയും വേണം. നിങ്ങളിപ്പോ 1 വർഷം മുഴുവൻ ബാലഭാരതി നടത്തി എന്നുള്ളതിനർത്ഥം ബാലഭാരതി വേണം ആഗ്രഹിച്ച് നമ്മൾ ഓരോരുത്തരും ഇരുന്നാൽ പോരാ. ബാലഭാരതി പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്യമിക്കണം, പരിശ്രമിക്കണം. അങ്ങനെ 1 വർഷം മുഴുവൻ നമ്മൾ ഉദ്യമിച്ചു, പരിശ്രമിച്ചു എന്നുള്ളതിന്റെ വിജയമാണ് ഈ 1ാം വാർഷികാഘോഷം. അതുകൊണ്ട് 1 വർഷം മുഴുവൻ ഈ സംസ്കാരത്തിന്റെ ഗ്രഹണത്തിന് അച്ഛനമ്മമാരോടൊപ്പം നിങ്ങൾ പരിശ്രമിച്ചു എന്നുള്ളതിൽ നിങ്ങളെ ഞാൻ ആരംഭത്തിൽ തന്നെ അഭിനന്ദിക്കുവാണ്. ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ചില സംസ്കാരങ്ങളുണ്ട്. നിങ്ങൾ ഇന്ന് വൃക്ഷത്തെ തൊഴുതു, ജലത്തെ നമസ്കരിച്ചു, ഓങ്കാരം ചൊല്ലി അതിനെ പ്രാർത്ഥിച്ചു, ആരംഭത്തിൽ തന്നെ അച്ഛനമ്മമാരെ തൊഴുതു നമസ്കരിച്ചു. ഇതെല്ലാം നമ്മളെ ഹിന്ദുധർമ്മത്തിന്റെ പ്രത്യേകതകളാണ്. എന്താണ് അച്ഛനമ്മമാരെ നമസ്കരിക്കുന്നത്? നമുക്ക് ജന്മം നൽകിയവരോട് നമുക്കുള്ള കടപ്പാട്. നമുക്ക് വേണമെങ്കിൽ അവരോട് കടപ്പാടില്ലാതെ പെരുമാറാം. മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്. പൂച്ച, പട്ടി, സിംഹം, ആന അല്ലാതെ ജനിച്ച ശേഷം കുറേ ദിവസം അമ്മയുടെ പാല് കുടിക്കും. ആ സമയത്ത് അമ്മയോട് വലിയ സ്നേഹമായിരിക്കും, അമ്മക്കും കുട്ടിയോട് വലിയ സ്നേഹമായിരിക്കും. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വഴിക്ക് പോവും. ചിലപ്പോൾ അമ്മയായിട്ട് വഴക്കുണ്ടാക്കും, ചിലപ്പോൾ അമ്മയോട് മോശമായി പെരുമാറും. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെ ആയിരിക്കരുത്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മരിക്കുന്നത് വരെ നമുക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരോട് കടപ്പാടും ബഹുമാനം വേണം എന്ന് നമ്മളെ ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെ പൂർവികന്മാർ പറഞ്ഞു, ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേവ പശുഭിർ നരാണാം. മനുഷ്യനും മൃഗത്തിനും കോമൺ ആയിട്ട്, പക്ഷെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള ചില കാര്യങ്ങൾ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ധാർമ്മികമായി ചിന്തിക്കുന്ന നമ്മൾ അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, പൂജിക്കണം. അത് നിങ്ങൾ ചെയ്തു, വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഗുരുവും. ഗുരു എന്നത് ടീച്ചർ എന്ന പദത്തിന് തുല്യമായിട്ടല്ല. നമ്മുടെ ഭാരതത്തിൽ
ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും ഗുരുവിനെ പ്രാർത്ഥിക്കും, ഗുരുവിനെ ബഹുമാനിക്കും. സംഗീതം പഠിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതമോ കർണാട്ടിക് സംഗീതമോ എന്തായാലും ശരി പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഗുരുവിന് ദക്ഷിണ വെക്കും, ഗുരുവിനെ പ്രാർത്ഥിക്കും. നമ്മുടെ കേരളത്തിൽ കളരിയുണ്ട്. ആ കളരി പഠിക്കുമ്പോൾ കളരിയിൽ പോയി ഗുരുവിന് വേണ്ടിയിട്ടുള്ള ഒരു തറയുണ്ട്. അവിടെ പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് ദക്ഷിണയൊക്കെ വെച്ചിട്ടാണ് കളരിയിൽ ഇറങ്ങുക. അതുപോലെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, എന്ത് ഭാരതീയമായ ഡാൻസ് പഠിക്കുമ്പോഴും നമ്മൾ ആ പഠിപ്പിക്കുന്ന ഗുരുവിനെ വണങ്ങും, ഗുരുവിനെ നമസ്കരിക്കും. അപ്പൊ ഇത് ഹിന്ദു ധർമ്മത്തിന്റെ, ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. നമുക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരുന്നവരോട് നമുക്കൊരു കടമുണ്ട്. അതിനെ സംസ്കൃതത്തിൽ ഋണം എന്നാണ് പറയുക. ഇപ്പൊ ഗുരുവിനോട് നമുക്ക് കടമുണ്ട്. ഗുരുവിനോടുള്ള കടം നമുക്ക് എങ്ങനെ വീട്ടാൻ പറ്റും? ഗുരുവിനെ ബഹുമാനിക്കുന്നത് വഴി, ഗുരുവിനെ പൂജിക്കുന്നത് വഴി, ഗുരുവിനെ ആരാധിക്കുന്നത് വഴി. ശരിയാണ്, ഗുരുവിന് നമ്മൾ ഗുരുദക്ഷിണയൊക്കെ കൊടുക്കും. പക്ഷെ കേവലം ദക്ഷിണ കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. ഗുരുവിന് നമ്മൾ എല്ലാ കാലവും ബഹുമാനിക്കണം. കാരണം എന്താണ്? നമ്മളെ പൂർവികന്മാർ പറഞ്ഞു ഗുരു ഈശ്വരനാണ് എന്ന്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗുരു സാക്ഷാൽ പരബ്രഹ്മ എന്നുള്ള ശ്ലോകം. അപ്പൊ ഗുരുവിനെ ഈശ്വരനായി കാണുന്ന നമ്മൾ ഗുരുവിനെ പൂജിക്കുന്നു. അത് നമ്മുടെ സംസ്കാരമാണ്. അപ്പൊ പൂജിക്കുന്നത് വെറുതെ ഗുരുവിന് നമസ്കാരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇപ്പൊ പൂജയുടെ ഭാഗമായി സമർപ്പണമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ, നിങ്ങൾ ഇംഗ്ലണ്ടിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കേരളത്തിൽ താമസിക്കുന്ന നമ്മളെല്ലാം നാട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിൽ ഗണപതി ഹോമം നടത്താനോ ഭഗവതി സേവ നടത്താനോ അങ്ങനെ പൂജ നടത്താൻ ആരെങ്കിലും വരും. അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജ നടത്തുന്നത് നമ്മൾ കണ്ടു കാണും. അവിടെയുള്ള ദേവന് പൂജാരി ഓരോ സാധനങ്ങൾ സമർപ്പിക്കും. ഉദാഹരണത്തിന് പുഷ്പം സമർപ്പിക്കും, ജലം സമർപ്പിക്കും, ധൂപം സമർപ്പിക്കും, ദീപം സമർപ്പിക്കും, അതുപോലെ തന്നെ നൈവേദ്യം സമർപ്പിക്കും. കാരണം എന്താണ്? ഇതെല്ലാം തന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് ഞാൻ ഈശ്വരന് തന്നെ ഇത് തിരിച്ചു കൊടുക്കുന്നു. അതെന്റെ കർത്തവ്യമാണ്. അപ്പൊ ഏതുപോലെയാണോ ഈശ്വരന് എല്ലാം നമുക്ക് തന്നത് ഈശ്വരനായതുകൊണ്ട് ഈ പ്രപഞ്ചഘടനയിൽ പ്രപഞ്ചത്തെ നിർമ്മിക്കാൻ ഉപയോഗിച്ച പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം, ഞാൻ ഈ പറയുന്ന സാങ്കേതിക വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. ഭൂമി, വെള്ളം, അഗ്നി, ആകാശം, വായു, ഇതിൻ്റെ എല്ലാം പ്രതിനിധിയായിട്ട് ചന്ദനവും ജലവും ധൂപവും ദീപവും നൈവേദ്യവും പുഷ്പവും ഒക്കെ തന്നെ നമ്മൾ സമർപ്പിക്കുന്നു. അപ്പൊ അതിനർത്ഥം പൂജയുടെ പ്രധാന ഭാഗമാണ് സമർപ്പണം. ദേവനെ പൂജിക്കുമ്പോൾ ഏതുപോലെയാണോ ഈ പഞ്ചോപചാരങ്ങൾ നമ്മൾ ദേവന് സമർപ്പിക്കുന്നത്, അതുപോലെ ഗുരുവിനെ പൂജിക്കുമ്പോൾ നമ്മൾ ഗുരുവിനെ വണങ്ങുന്നു, ഗുരുവിന് ദക്ഷിണ ചെയ്യുന്നു. അപ്പൊ എന്താണ് നമ്മൾ സമർപ്പിക്കുന്നത്? നിങ്ങൾ ഇന്ന് നാമമാത്രമായി ഒരു തുക, പൈസ ആ വിളക്കിന് മുമ്പിൽ വെച്ചു. ഗുരുവായി സങ്കല്പിച്ച് വിളക്കിന് മുമ്പിൽ ആ നാണയം വെച്ചു. അപ്പൊ മനുഷ്യന് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല ഭംഗിയുള്ള റോസാപ്പൂ തന്നാൽ, റോസാപ്പൂവിൻ്റെ ഒരു ബൊക്ക തന്നാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളത് നിങ്ങളെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ബൊക്ക എന്ന് പറഞ്ഞ് പോകുമ്പോ മറ്റൊരു കുട്ടി ചോദിച്ചു എന്നിരിക്കട്ടെ, ആ ബൊക്ക എനിക്ക് തരുമോ? അപ്പൊ നമ്മൾ പറയും, തരില്ല, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ കൊടുക്കലാകുന്നത്, സമർപ്പണമാകുന്നത്. നമുക്ക് വേണ്ടാത്ത സാധനം, ഇതാ ഈശ്വരൻ എടുത്തോളൂ. നമുക്ക് വേണ്ടാത്ത സാധനം, ഗുരു എടുത്തോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
നമ്മുടെ പേനയുടെ റീഫില്ല് തീർന്നു, മഷി തീർന്നു. അപ്പൊ നമ്മൾ പറയുന്നു കൂട്ടുകാരനോട്, ഇത് നീ എടുത്തോളൂ. ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ മറ്റൊരാളോട് പറയുന്നു, എന്റെ പൊട്ടിയ ചെരുപ്പ് താൻ എടുത്തോളൂ. അത് സമർപ്പണമല്ല, അത് കൊടുക്കലല്ല, അത് ദാനമല്ല, അത് ശ്രേഷ്ഠമായ കാര്യമല്ല. അപ്പൊ ഈശ്വരന് നമ്മളിപ്പോ ഇവിടെ പണം, ദ്രവ്യം സമർപ്പിച്ചു. നമ്മൾ പേരിനുള്ള പണമാണ് സമർപ്പിച്ചത്. പക്ഷെ അത് വലിയ പണത്തിന്റെ ഒരു പ്രതിനിധിയാണ്. നിങ്ങൾ ഭാവിയിലും നമ്മളെല്ലാം ജോലി ചെയ്ത് ശമ്പളമൊക്കെ വാങ്ങി വലിയ പൈസയൊക്കെ കയ്യിൽ ഉണ്ടാകുമ്പോഴും ആ പൈസയിൽ നിന്ന് ഗുരുവിന്, ഈശ്വരന്, സമാജത്തിന് സമർപ്പിക്കാനുള്ള പരിശീലനമാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. പരിശീലനം കൊണ്ടേ നമുക്ക് ഏത് കാര്യവും സ്വായത്തമാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാം കൊച്ചുകുട്ടികളായിരിക്കുമ്പോ കമിഴ്ന്ന് കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഉരുണ്ട് മറിഞ്ഞ് ഒക്കെ മലന്ന് കിടന്നു. പിന്നെ നമ്മൾ അവിടുന്ന് മലന്ന് കിടന്നെടുക്കുന്ന കാലൊക്കെ ഇട്ട് ചെരിഞ്ഞ് എഴുന്നേറ്റിരുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റ് ഇരുന്നെടുത്തുനിന്ന് ഒരു മേശയൊക്കെ പിടിച്ചു, മറ്റെന്തെങ്കിലും പിടിച്ചു, എഴുന്നേറ്റ് നിന്നു. ആ എഴുന്നേറ്റ് നിന്നെടുക്കുന്ന നമ്മൾ നടക്കാൻ നോക്കുമ്പോൾ ഉരുണ്ട് വീഴും. വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ചിലപ്പോൾ അച്ഛൻ സഹായിക്കും, അമ്മ സഹായിക്കും, ചേച്ചി സഹായിക്കും. നമ്മൾ നടക്കാൻ ശ്രമിക്കും. അങ്ങനെ നടന്ന് പിന്നെ നമുക്ക് എളുപ്പം നടക്കാൻ പറ്റും. ഒരു കാര്യം തുടർച്ചയായി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യം പിന്നീടും ചെയ്യുവാനുള്ള കഴിവുണ്ടാകുന്നത്. അതുപോലെ ഇപ്പോഴും നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാനുള്ള, നമുക്ക് മിഠായി വാങ്ങാനുള്ള, നമുക്ക് വേറെ എന്തെങ്കിലും ടോയ്സ് വാങ്ങാനുള്ള പൈസ ചെറിയ പൈസയാണ്. പക്ഷെ അത് നമ്മൾ ഈശ്വരന് കൊടുക്കുന്നു, ഗുരുവിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു ശീലിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നടക്കാൻ ശീലിച്ചതുപോലെ പിന്നെ വീഴാതെ നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ കൊടുക്കാൻ പഠിച്ചാൽ വലുതായാലും നമുക്ക് കൊടുക്കുവാനുള്ള സംസ്കാരം ഉണ്ടാവും, വാസന ഉണ്ടാവും. ഒരു കാര്യം തുടർച്ചയായി ചെയ്യുമ്പോൾ അത് നമ്മുടെ സംസ്കാരമാകും. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ വാച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എൻ്റെ ഇടത് കയ്യിൽ അകത്തേക്ക് അതിൻ്റെ ഡയലായിട്ടാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ കെട്ടിയത് മഴക്കാലത്തും മറ്റും മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം കയറരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും തട്ടി അതിൻ്റെ ഡയലിൽ പാട് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ചിലര് പുറത്തേക്ക് കെട്ടും. ഈ പുറത്തേക്ക് കെട്ടി നടക്കുന്ന ഒരാള് സാധാരണ അയാൾ ഇങ്ങനെയാണ് കെട്ടാറ്. എപ്പോഴും അയാൾ സമയം ചോദിച്ചാൽ ഇങ്ങനെയാണ് നോക്കുക. 11:30 12 മണിയായി എന്ന് പറയും. അങ്ങനെയുള്ള ആള് ഒരു ദിവസം വീട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ മഴ പെയ്തു. അപ്പൊ അയാൾക്ക് തോന്നി മഴ ഡയലിനുള്ളിലായി, വെള്ളം കയറാൻ പാടില്ല. അപ്പൊ അയാൾ കൈയുടെ അകത്തേക്ക് ഈ ഡയലാക്കി കെട്ടി, ഇങ്ങനെ കെട്ടി. പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് അല്പം നടന്നപ്പോ ഈവനിങ് വാക്കിന് പോയതാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, എത്രയായി സമയം എന്ന്. ഇത് നമ്മുടെ നാട്ടിലാണ് കേട്ടോ. ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെ ആരോടും വഴിപോക്കനോട് സമയം ചോദിക്കോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എത്രയായി സമയം എന്ന് വാച്ചില്ലാത്ത ഒരാള് ചോദിച്ചു. അപ്പൊ ഇയാള് പെട്ടെന്ന് കൈ ഇങ്ങനെ വെച്ചു, പെട്ടെന്ന്. എന്നിട്ട് മാറിപ്പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് സമയം പറഞ്ഞു. എന്താ കാരണം? എപ്പോഴും അയാള് ഈ പുറത്താണ് ഡയല് കെട്ടിയിരുന്നത്. അത് ശീലമായി, സ്വഭാവമായി, സംസ്കാരമായി. അത് മാറിയപ്പം വീണ്ടും സമയം ചോദിച്ചപ്പോ ഇവിടെ തന്നെ നോക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞത്, നമ്മൾ സ്ഥിരമായി ചെയ്താൽ, തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ സംസ്കാരമാകും. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൈസ കൊടുത്താൽ എല്ലാം വാങ്ങാം. ആ പൈസ നമ്മൾ ഗുരുവിന് സമർപ്പിച്ചു, ഗുരുവിനെ സങ്കല്പിച്ച് വിളക്കിന് മുമ്പിൽ സമർപ്പിച്ചു.
അങ്ങനെ ശീലിച്ച് വന്നാൽ നാളെ നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു നല്ല ഗുണമുണ്ടാവും. അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്താലേ ഈ ലോകം നിലനിൽക്കുള്ളൂ. എനിക്കെല്ലാം കിട്ടണം, എനിക്കെല്ലാം കിട്ടും, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് വിചാരിച്ചാൽ ലോകം നിലനിൽക്കില്ല. ഇപ്പോ നമ്മളെല്ലാവരും ഓക്സിജൻ വലിച്ചെടുക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. ഈ ഓക്സിജൻ എവിടുന്നാണ് വരുന്നത്? നമുക്ക് ചുറ്റുമുള്ള ചെടികളെല്ലാം തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അപ്പൊ ചെടികൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ജീവവായുവായിട്ട് ഓക്സിജനായിട്ട് വലിച്ചെടുക്കും. എന്നിട്ടോ നമ്മുടെ പ്രോസസ് എല്ലാം അകത്ത് നടക്കുമ്പോ നമ്മുടെ മൂക്കിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്. അപ്പൊ നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആര് വലിച്ചെടുക്കും? ചെടികളൊക്കെ വലിച്ചെടുക്കും. എന്നിട്ട് ചെടികൾ ഓക്സിജൻ പുറത്തേക്ക്. ഇപ്പൊ നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കാം, ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കും, പക്ഷെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. എടുക്കണം, കൊടുക്കണം. ഓക്സിജൻ അകത്തേക്ക് എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കും, ഓക്സിജൻ പുറത്തേക്ക്. ഇങ്ങനെ ജീവനെ യാവതാദാനം, എന്താണോ ജീവിതത്തിൽ എടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് കൊടുക്കണം. ഇത് നമ്മുടെ സംസ്കാരമാണ്. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കാതെ, മറ്റുള്ളവരെ സംരക്ഷിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. നോക്കൂ, നമ്മളെ അമ്മ ഇന്നുണ്ട്. അമ്മ നമുക്ക് വേണ്ടി എത്ര ദിവസം ഉറക്കമൊഴിഞ്ഞു കുട്ടിക്കാലത്ത്? അമ്മ എത്ര ദിവസം നമ്മുടെ കാര്യത്തിന് വേണ്ടി അമ്മയുടെ സമയം ചെലവാക്കി? അമ്മ നമ്മളെ പറ്റി ചിന്തിച്ചില്ല എന്നായിരിക്കാം. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുട്ടുകുത്തി നടക്കുമ്പോൾ മൂത്രം ഒഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ അവിടെ മലം വിസർജിച്ചു. അപ്പൊ അമ്മ പറയാണ്, എനിക്ക് ഇവിടെ പാട്ട് കേൾക്കണം, നീ എന്താണെന്ന് അവിടെ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ വിഷമിച്ചു പോകും. നമുക്ക് പനി വന്നു കൊച്ചുകുട്ടിക്ക്. അപ്പൊ അമ്മ പറയുന്നു, എനിക്ക് കല്യാണത്തിന് പോകണം, നീ പനിയായിട്ട് അവിടെ കിടന്നോ. അങ്ങനെയല്ല, അമ്മ അപ്പൊ പറയും, ഞാൻ കല്യാണത്തിന് പോകുന്നില്ല, ഞാൻ കുട്ടിയെ നോക്കിയിരിക്കാം. ഇപ്പൊ കല്യാണത്തിന് പോയി ഊണൊക്കെ കഴിക്കാമായിരുന്ന, ഫീസ്റ്റൊക്കെ കഴിക്കാമായിരുന്ന സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അമ്മ നമ്മളെ പോറ്റി. ഇങ്ങനെയാണ് ഓരോ അമ്മമാരും, ഇങ്ങനെയാണ് ഓരോ ഗുരുക്കന്മാരും. അപ്പൊ മനുഷ്യൻ നിലനിൽക്കുന്നത് പരസ്പരം സഹായിച്ചിട്ടാണ്. ഒരാൾ മറ്റൊരാളെ സഹായിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. കൊച്ചുകുട്ടികളെ മറ്റുള്ളവർ സഹായിക്കും, കണ്ണ് കാണാത്തവരെ കണ്ണുള്ളവർ സഹായിക്കും, പൈസ ഇല്ലാത്തവരെ പൈസ ഉള്ളവർ സഹായിക്കും, പഠിപ്പില്ലാത്തവരെ പഠിപ്പുള്ളവർ സഹായിക്കും, ആരോഗ്യം ഇല്ലാത്തവരെ ആരോഗ്യമുള്ളവർ സഹായിക്കും. ഇതാണ് മാനവ സംസ്കാരം, ഇതാണ് സനാതന ധർമ്മം. ഉള്ളവൻ വീണ്ടും 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 പ്രപഞ്ചത്തിൽ നിന്ന് ഓരോന്നെടുത്താൽ ഇല്ലാത്തവൻ എങ്ങനെ ജീവിക്കും? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ കൊടുക്കാൻ പഠിപ്പിക്കുന്നു. അപ്പൊ കൊടുക്കാൻ പഠിപ്പിക്കുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ഒരു സങ്കല്പമാണ് ഗുരു. ആ ഗുരുവിന് കൊടുക്കാൻ പഠിപ്പിക്കും. കാരണം ഗുരുവാണ് നമുക്കെല്ലാം തന്നത്. ആ ഗുരു എന്നുള്ളത് ഒരു സങ്കല്പമാണ്. ആ ഗുരുവിനെ സങ്കല്പിച്ച് നമ്മൾ വിളക്കിന് മുമ്പിൽ ഇപ്പോ നമ്മളെ നാണയം വെച്ചു. ഗുരു സാക്ഷാത് പരബ്രഹ്മ. ഇപ്പൊ കൊച്ചു പ്രായത്തിൽ തന്നെ നമുക്ക് സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദറിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഗ്രാൻഡ് ഫാദറിന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, നമ്മൾ എടുത്തു കൊടുക്കണം. നമ്മുടെ അച്ഛനുണ്ട്, അച്ഛൻ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കാറ് വാഷ് ചെയ്യുന്നു അച്ഛൻ, നമ്മൾ അച്ഛനെ സഹായിക്കണം. നമ്മൾ അമ്മ ഗാർഡനിങ് ചെയ്യുന്നു, നമ്മൾ വെറുതെ നോക്കി നിന്നാ പോരാ, നമ്മൾ നമുക്ക് കഴിയുന്ന പോലെ സഹായിക്കണം. ഇങ്ങനെ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം.
മുത്തശ്ശിയെ, മുത്തശ്ശനെ, അച്ഛനെ, അമ്മയെ, അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ നെയ്ബേഴ്സിനെ സഹായിക്കാൻ നമുക്ക് തോന്നും. പിന്നെ നമുക്ക് നമ്മളുടെ പരിചയമില്ലാത്തവരെ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ തോന്നും. നമ്മൾ റോഡിലൊന്ന് നടക്കുമ്പോൾ എന്തൊക്കെ ഒരു ആക്സിഡന്റ് പറ്റി, ഒരാൾക്ക് വിഷമമുണ്ടായി, എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നു പോകരുത്. സംസ്കാരമുള്ളവര് ആ ആളെ സഹായിക്കും. ഈ ഒരു സമർപ്പണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാനാണ് നമ്മൾ ഗുരുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതാരമാണ്. പക്ഷേ വസിഷ്ഠൻ, വിശ്വാമിത്രൻ മുതലായിട്ടുള്ള ഗുരുക്കന്മാരെ ശ്രീരാമചന്ദ്രൻ നമസ്കരിച്ചു. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അഗസ്ത്യര്, അങ്ങനെ അനവധി മഹർഷിമാരെ, ഗുരുക്കന്മാരെ കാണുമ്പോൾ അവതാര പുരുഷനായിട്ടുള്ള ശ്രീരാമൻ പോയിട്ട് അവരെ നമസ്കരിക്കുവാണ്. ഓ, അങ്ങയെ കണ്ടത് ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞ് അവരെ നമസ്കരിക്കും. അവരിരുന്നിട്ടേ ഇരിക്കുന്നുള്ളൂ. ദശരഥനും അങ്ങനെയാണ്, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അച്ഛനും അങ്ങനെയാണ്. ഗുരുക്കന്മാര് വരുമ്പോൾ അവരെഴുന്നേറ്റ് നിൽക്കും. ഗുരുക്കന്മാർ ഇരുന്നതിന് ശേഷമേ ഇരിക്കുള്ളൂ. ഗുരുക്കന്മാരോട് ബഹുമാനപൂർവം സംസാരിക്കും. ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി പഠിക്കാൻ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനും സാന്ദീപനി മഹർഷിയുടെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക, മഹർഷിയുടെ പശുക്കളെ മേക്കാൻ പോവാ. ശ്രീകൃഷ്ണ ഭഗവാൻ ഞാൻ ഈശ്വരനാണ് എന്ന് അഹംഭാവം നടിച്ചില്ല. നേരത്തെ പറഞ്ഞുകൂടെ, ശിവജി മഹാരാജാവിനെ പറ്റി കഴിഞ്ഞ ദിവസം നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഛത്രപതി ശിവാജി അദ്ദേഹത്തിന്റെ ഗുരു രാമദാസ് എന്ന് പറഞ്ഞ സ്വാമിയെ ബഹുമാനിച്ചു, പൂജിച്ചു. ഇങ്ങനെ നമ്മുടെ ഹിന്ദുധർമ്മത്തിൽ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ അത് വളരെ വലുത്, ഗുരുത്വം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ശക്തിയുള്ളത് എന്നാണ് അർത്ഥം. അതിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം ലഘുവാണ്, സിമ്പിളാണ്. അപ്പൊ നമ്മുടെ കർത്തവ്യമാണ് ആ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം, സേവിക്കണം. ഭഗവത്ഗീതയിൽ ശാരീരം എന്ന തപസ്സിനെ പറ്റി പറയുന്നു. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതില് ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഗുരുക്കന്മാരെ പൂജിക്കണം, ഈശ്വരന്മാരെ പൂജിക്കണം, അറിവുള്ളവരെ പൂജിക്കണം. ഈ സംസ്കാരം നമുക്ക് കിട്ടാനാണ് ഇംഗ്ലണ്ടിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ബാലഭാരതിയുടെ പ്രവർത്തകന്മാർ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ നമ്മളെ ഈ കാര്യം ശീലിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ശീലിച്ച് വന്നാൽ നമ്മൾ അച്ഛനെ ബഹുമാനിക്കാൻ പഠിക്കും, അമ്മയെ ബഹുമാനിക്കാൻ പഠിക്കും, മുത്തശ്ശനെ ബഹുമാനിക്കാൻ പഠിക്കും. നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ, പക്ഷികൾ, ഇതിനെല്ലാം ഉപദ്രവിക്കാതെ ജീവിക്കാൻ പഠിക്കും. അതിനാണ് നിങ്ങളിപ്പം അഗ്രത്തിൽ ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, ശിവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൃക്ഷത്തെ ബഹുമാനിച്ചത്. വെറുതെ ഒരു ശ്ലോകം ചൊല്ലലല്ല. അപ്പൊ ഇന്നത്തെ ദിവസം, ഗുരുപൂജ ദിവസം, നമ്മളെല്ലാവരും വിളക്കിന് മുൻപിൽ ഒരു നാണയം വെച്ച് പ്രാർത്ഥിച്ചത് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എനിക്കുണ്ടാകണം എന്നാണ്. നാളെയും ഗുരുക്കന്മാരെ ബഹുമാനിക്കാനുള്ള സംസ്കാരം എനിക്കുണ്ടാകണമെന്ന്. നാളെയും മൃഗത്തെ പോലെ എൻ്റെ കാര്യം മാത്രം നോക്കാൻ ഉള്ള താല്പര്യമല്ലാതെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനും എനിക്ക് താല്പര്യം ഉണ്ടാകണം എന്ന് ഉള്ള ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ് ഈ സമർപ്പണത്തിലൂടെ നമ്മൾ ശക്തിപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഭാരതത്തിൽ നിന്ന്, ജന്മനാട്ടിൽ നിന്ന് വളരെ അകലെ അച്ഛനും അമ്മമാരോടൊപ്പം താമസിക്കുമ്പോഴും നമ്മളെ നാട്ടിൽ വളർന്ന് വികസിച്ച സംസ്കാരത്തെ പഠിക്കാനും ഉൾക്കൊള്ളാനും പരിപാലിക്കാനും തയ്യാറായ എൻ്റെ കൊച്ചുകുട്ടികളും അത് യഥാവിധി പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കുന്ന രക്ഷകർത്താക്കളും നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു, ബഹുമാനിക്കുന്നു, പ്രശംസിക്കുന്നു. ഓരോ പുണ്യ ദിവസങ്ങളും നിങ്ങൾ ആ പുണ്യ ദിവസത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ആചരിക്കുക.
ഇപ്പൊ നമ്മളെ ഭാരതത്തിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്നുണ്ട്, August 15. എന്തിനാണ് എല്ലാവരും അത് ആചരിക്കുന്നത്? നമ്മൾ 1947 ബ്രിട്ടീഷുകാരെ ഓടിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നേടി എന്ന് ഓർക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ബർത്ത്ഡേ നടത്തും. കുട്ടികൾക്കൊക്കെ നമ്മൾ മിഠായിയൊക്കെ കൊടുക്കും സ്കൂളിൽ. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ എന്നൊക്കെ പറയും. അപ്പൊ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയും. എന്തിനാണത്? ഓരോ വർഷവും നമ്മൾ നമ്മുടെ പ്രായം വർദ്ധിച്ച് വരുവാണ് എന്ന് ഓർക്കുവാണ്. ഓരോ വയസ്സ് കഴിഞ്ഞു വരുവാണ് എന്ന് ഓർക്കുക. അത് 10 വർഷം കഴിഞ്ഞിട്ട് ഓർത്താ പോരെ? 5 വയസ്സ് കഴിഞ്ഞു, ഇനി 15ാമത്തെ വയസ്സിൽ ഓർത്താ പോരെ? എനിക്ക് 10 years കൂടി കഴിഞ്ഞു എന്ന്. അങ്ങനെയല്ല, എല്ലാ വർഷവും ഓർമ്മ. എൻ്റെ ബർത്ത്ഡേ ആണ്. ഇതുപോലെ എല്ലാ വർഷവും ഇന്ന് ഗുരുവിനെ പൂജിക്കുന്ന ദിവസമാണ്, ഗുരുപൂജയാണ്. ഗുരുവിനെ ഞാൻ പൂജിക്കണം, ബഹുമാനിക്കണം, ഇതെന്റെ സംസ്കാരമാകണം എന്ന് എല്ലാ വർഷവും ഗുരുപൂജയെ, ഇപ്പൊ ഇനി വരുന്ന പൗർണമി ഗുരുപൂജയുടെ പൗർണമിയാണ്. അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഇന്ന് ഗുരുപൂജ നടത്തി, ഗുരുവിനെ പൂജിച്ചു. എല്ലാവർക്കും പരമശിവൻ മുതൽ ഉള്ള എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുകുട്ടികൾക്കും ആ കൊച്ചുകുട്ടികളെ ഈ സന്മാർഗത്തിൽ നടത്തുന്ന രക്ഷകർത്താക്കൾക്കും അവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ബാലഭാരതി എന്നുള്ള സംഘടനയ്ക്കും അഭിനന്ദനങ്ങൾ. അത് നന്നായി നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭത്തിൽ ടെക്നിക്കലി വന്ന തടസ്സങ്ങൾ കൊണ്ട് അല്പസമയം നഷ്ടപ്പെട്ടതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ പരമശിവൻ മുതലുള്ള എല്ലാ ഗുരുക്കന്മാരെയും ഞാനും നമസ്കരിച്ച് നിങ്ങൾക്കെല്ലാം ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. ചേട്ടനോട്